KTU 2019 സ്കീം CS-S7AI മൊഡ്യൂൾ 3 തിയറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് കൺസ്ട്രെയിൻ പ്രൊപ്പഗേഷൻ. നമ്മൾ ക്ലാസ്സിൽ CSPയുടെ പ്രോബ്ലംസ് ഓൾറെഡി ചെയ്തിരുന്നു. CSP മീൻസ് കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം. അപ്പോൾ CSPയിൽ ഉണ്ടാകുന്ന ഇൻഫറൻസ് നമ്മൾ ജനറലി പറയുന്ന പേരാണ് കൺസ്ട്രെയിൻ പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലോക്കൽ കൺസിസ്റ്റൻസി. ഒരു ഗ്രാഫിൽ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂ വെച്ചാണ് നമ്മൾ കൺസിസ്റ്റൻസി പിന്നീട് അങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തപ്പോൾ ലെറ്റേഴ്സിന് ഓരോ വാല്യൂസ് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സെയിം വാല്യൂ ഡിഫറെൻറ്റ് ലെറ്റേഴ്സിന് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് ഒരു കൺസിസ്റ്റൻസി. അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ് കളറിംഗ് പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞു സെയിം കളർ തന്നെ അടുത്തടുത്തുള്ള റീജിയൻസിൽ വരാൻ പാടില്ല. അതായത് ഏത് വാല്യൂ കൊടുത്താലും എപ്പോഴും കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കണം. അതിനാണ് നമ്മൾ ലോക്കൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലോക്കൽ കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് നോഡ് കൺസിസ്റ്റൻസി. നോഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ മാത്രം വെച്ചുകൊണ്ട് കൺസിസ്റ്റൻസി പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് നോഡ് കൺസിസ്റ്റൻസി. ഫോർ എക്സാമ്പിൾ നോക്കി, ഇപ്പോൾ ഒരു 3 കളേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് വിചാരിച്ചു. അതിലെനിക്ക് ഗ്രീൻ കളർ ഇഷ്ടമല്ല. അതായത് എനിക്ക് ഗ്രീൻ കളർ ഇഷ്ടമല്ല, അതെന്നെ മാത്രം ബാധിക്കുന്ന കാര്യമില്ലേ. അതൊരു സിംഗിൾ വാല്യൂവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പറയുന്ന കൺസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് നോഡ് കൺസിസ്റ്റൻസി. നെക്സ്റ്റ് വണ്ണാണ് ആർക്ക് കൺസിസ്റ്റൻസി. ആർക്ക് കൺസിസ്റ്റൻസി നമ്മൾ 2 പേര് തമ്മിലുള്ള കൺസിസ്റ്റൻസി പറയുന്നതിനാണ് ആർക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, y=x². അതിൽ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0. എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1. എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ വൈയുടെ വാല്യൂ 4. അതായത് എക്സിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, വൈയുടെ വാല്യൂസ് എപ്പോഴും വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് പാത്ത് കൺസിസ്റ്റൻസി. പാത്ത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ 3 പേര് തമ്മിലുണ്ടാകുന്ന കൺസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് പാത്ത് കൺസിസ്റ്റൻസി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റെഡും ബ്ലൂവും ഓൾറെഡി നമ്മൾ കൊടുത്തു എന്ന് വിചാരിച്ചു കളേഴ്സ്. അത് രണ്ടും പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തേർഡ് കളർ കൺസിഡർ ചെയ്യണം. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്ത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കെ കൺസിസ്റ്റൻസി. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 കൺസിസ്റ്റൻസിനാണ് നോഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത്. 2 കൺസിസ്റ്റൻസി ആയിരുന്നു ആർക്ക് കൺസിസ്റ്റൻസി. 3 കൺസിസ്റ്റൻസിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ പാത്ത് കൺസിസ്റ്റൻസി. അപ്പോൾ ജനറലി നമുക്ക് എങ്ങനെ പറയാം, കെ കൺസിസ്റ്റൻസി എന്ന് പറയും. അതായത് കെ വാരിയബിൾസ് ബിറ്റ്വീൻ വരുന്ന കൺസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് കെ കൺസിസ്റ്റൻസി. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്ലോബൽ കൺസ്ട്രെയിൻറ്റ്. ഗ്ലോബൽ കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി നമ്മൾ പറയുന്ന ജനറൽ കണ്ടീഷൻസിനെ പറയുന്ന പേരാണ് ഗ്ലോബൽ കൺസ്ട്രെയിൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ക്ലാസ്സിൽ നമ്മൾ ന്യൂമറിക്കൽസ് വർക്കൗട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു 2 ലെറ്റേഴ്സിന് സെയിം വാല്യൂ വരാൻ പാടില്ല. അത് ജനറലി പറഞ്ഞത് എല്ലാ ലെറ്റേഴ്സിനും അത് ബാധകമല്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബൽ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റിസോഴ്സ് അഥവാ അറ്റ്മോസ്റ്റ് കൺസ്ട്രെയിൻറ്റ്സ്. ഇതിൽ പറയുന്നത് നമുക്ക് എത്ര റിസോഴ്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും റിസോഴ്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് എന്ത് പറയുന്നത്, റിസോഴ്സ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 3 പേൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എത്ര പേരുണ്ടെങ്കിലും നമുക്ക് ആകെ 3 പേനിൽ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് എന്ത് പറയുന്നത്, റിസോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ബൗണ്ട് പ്രൊപ്പഗേഷൻ. ബൗണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ് സ്പെസിഫൈ ചെയ്യും. അതായത് ഒരു മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നമ്മൾ പറയുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ബൗണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ മൊത്തം 60 സീറ്റിംഗ് കപ്പാസിറ്റി ആണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ മിനിമം ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരിക്കുള്ളൂ, മാക്സിമം എത്ര പേരുണ്ടായിരിക്കും, 60. അതിനെയാണ് എന്ത് പറയുന്നത്, ബൗണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ബാക്ക് ട്രാക്കിംഗ് സെർച്ച്. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് തന്നെ തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് ന്യൂമറിക്കൽസ് ഓൾറെഡി വർക്കൗട്ട് ചെയ്തു, അതിൻ്റെ തിയറി എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ആദ്യം നമ്മളൊരു സൊല്യൂഷൻ എടുക്കുന്നു, ഒരു മെത്തേഡ് വഴി അപ്ലൈ ചെയ്യും, അത് പോസിബിൾ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ബാക്ക് ട്രാക്കിംഗ് ചെയ്യുന്നു, നെക്സ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു, അത് പോസിബിൾ അല്ലെങ്കിൽ വീണ്ടും ബാക്ക് ട്രാക്കിംഗ് ചെയ്യുന്നു. ഇതിനാണ് ബാക്ക് ട്രാക്കിംഗ് സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തത്. അപ്പോൾ അതിൽ ഓൾറെഡി മിനിമം റിമൈനിങ് വാല്യൂസിനെ കുറിച്ചും ഫോർവേഡ് ചെക്കിങ്ങും ലീസ്റ്റ് കൺസ്ട്രെയിൻ വാല്യൂസും ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ 4 ക്യൂൻസ് പ്രോബ്ലം ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബാക്ക് ട്രാക്കിംഗ് വെച്ചിട്ട് കേട്ടോ. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്, തിയററ്റിക്കൽ തന്നെ ചോദിക്കാറില്ല. അപ്പോൾ നോക്കിയതിൽ ആദ്യം ഇനീഷ്യൽ ഒരു ബോർഡ് ഉണ്ടായിരിക്കും, അതിൽ ക്യൂൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ ഓരോ ക്യൂൻസ് ആയിട്ട് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞിരുന്നു. ക്യൂൻസ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഓരോ റോയിൽ ഒരൊറ്റ ക്യൂന് വരാൻ പാടുള്ളൂ, സെയിം കോളത്തിൽ വേറെ ക്യൂൻ വരാൻ പാടില്ല, അതുപോലെ ഡയഗണലിയും ക്യൂൻസ് വരാൻ പാടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ക്യൂവിൻ്റെ പൊസിഷൻ പ്ലേസ് ചെയ്യും. ദെൻ അതിന് ചുറ്റുമുള്ള പൊസിഷനിലൊന്നും സെക്കൻഡ് ക്യൂന് വരാൻ പാടില്ല. ദെൻ അതിനുശേഷം പോസിബിൾ ആയിട്ടുള്ള പൊസിഷനിൽ സെക്കൻഡ് ക്യൂവിനെ പ്ലേസ് ചെയ്യും. ദെൻ തേർഡ് ക്യൂ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് ട്രാക്കിംഗ് ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് ക്യൂവിൻ്റെ പൊസിഷൻ വീണ്ടും റീഅറേഞ്ച് ചെയ്യാം. എന്നിട്ടും നമുക്ക് തേർഡ് ക്യൂവിനെ അല്ലെങ്കിൽ സെക്കൻഡ് ക്യൂവിനെ
പ്ലേസ് ചെയ്യാൻ പോസിബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്യൂവിൻ്റെ പൊസിഷൻ വീണ്ടും ചേഞ്ച് ചെയ്യണം. അങ്ങനെ ബാക്ക് ട്രാക്കിംഗ് ചെയ്ത് നമ്മൾ 8 ക്യൂൻസിനെയും നോൺ അറ്റാക്കിംഗ് മോഡ്സിലേക്ക് എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിംഗ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വേറൊരു മെത്തേഡ് അതിലേക്ക് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു വാരിയബിൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ ചെറിയ ചെറിയ സെക്ഷൻസ് ആക്കിയിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അത് നമ്മൾ പറയുന്നതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇവിടെ എക്സാമ്പിൾ ഉണ്ട് ആ ഫിഗറിൽ. ഇതൊരു സബ് സെക്ഷനാണ്. അതിൽ ആദ്യമേ കളറിങ് ചെയ്യും, ഫസ്റ്റ് സെക്ഷൻ. അതിനുശേഷം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് സെക്ഷൻ, അത് കളർ ചെയ്യും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് സെക്ഷൻ. അങ്ങനെ ഓരോ സബ് സെക്ഷൻസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് അതിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെ ടി എന്ന് പറയുന്ന സബ് സെക്ഷൻ ഉണ്ട്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ സബ് സെക്ഷൻ ആയിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് സ്ട്രക്ചർ ഓഫ് എ പ്രോഗ്രാം.